ഒരു ദിവസം ഒരാൾ കാർ ഓടിച്ചു പോകുകയായിരുന്നു. പെട്ടെന്ന് റോഡിന്റെ നടുവിൽ കാർ നിന്നുപോയി. എത്ര ശ്രമിച്ചിട്ടും സ്റ്റാർട്ടാകുന്നില്ല. അയാൾക്ക് ദേഷ്യം വന്നു. ഈ കാർ ഒന്നിനും കൊള്ളില്ല, വാങ്ങിയത് തന്നെ തെറ്റായി. അപ്പോഴാണ് ഒരു മെക്കാനിക്ക് വന്നത്. അയാൾ ബോണറ്റ് തുറന്നു, അകത്തു നോക്കി, ഒരു ചെറിയ വയർ ശരിയാക്കി. വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. ഒറ്റ ശ്രമത്തിൽ കാർ സ്റ്റാർട്ടായി. അപ്പോൾ പ്രശ്നം എന്തായിരുന്നു? കാർ മുഴുവൻ മോശമായിരുന്നില്ല, ഒരു ചെറിയ ഭാഗത്തായിരുന്നു തകരാറ്. ചെറിയ ഒരു തകരാർ കാരണം മുഴുവൻ കാറിനെയും മോശമാണെന്ന് പറഞ്ഞു. നമ്മുടെ ജീവിതവും പലപ്പോഴും ഇതുപോലെയല്ലേ? ഒരു ദിവസം പഠിക്കാൻ തോന്നിയില്ല, ഒരു ജോലി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല, ഒരു സ്വപ്നം തുടങ്ങാൻ ധൈര്യം കിട്ടിയില്ല. ഉടനെ നമ്മൾ പറയുന്നത് എന്താണ്? ഞാൻ ഭയങ്കര മടിയനാണ്. പക്ഷെ നിങ്ങൾ ശരിക്കും മടിയനാണോ? അതോ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ചെറിയ ഭാഗത്താണോ പ്രശ്നം? ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം ശരിയാകുന്നില്ല, ചിലപ്പോൾ പരാജയം നിങ്ങളെ തടയുന്നു, ചിലപ്പോൾ ലക്ഷ്യം വളരെ വലുതായതുകൊണ്ട് എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയുന്നില്ല, ചിലപ്പോൾ നിങ്ങൾ മാനസികമായി ക്ഷീണിച്ചിരിക്കാം. ഇവയിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ പുറത്തുനിന്ന് നോക്കുന്നവർ പറയും, ഇവൻ മടിയനാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് മടിയല്ല, പരിഹരിക്കേണ്ട ഒരു ചെറിയ പ്രശ്നമാണ്. കാറിന്റെ ഒരു വയർ ശരിയാക്കിയപ്പോൾ മുഴുവൻ കാർ വീണ്ടും ഓടാൻ തുടങ്ങി. അതുപോലെ ജീവിതത്തിലും ചിലപ്പോൾ ഒരു ചെറിയ മാറ്റം മതി. അങ്ങനെ ഒരു ചെറിയ മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 5 ചെറിയ ടിപ്സ് പങ്കുവയ്ക്കാം. 1. ചെറിയ ലക്ഷ്യങ്ങൾ വെക്കൂ. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് വളരെ വലിയ ലക്ഷ്യങ്ങൾ ഒരേ സമയം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നതാണ്. 100 പേജ് പഠിക്കണം എന്നതിനു പകരം 5 പേജ് മാത്രം. 1 മണിക്കൂർ എക്സസൈസ് ചെയ്യണം എന്നതിനു പകരം 10 മിനിറ്റ് മാത്രം. കാരണം ചെറിയ തുടക്കങ്ങളാണ് വലിയ ശീലങ്ങളായി മാറുന്നത്. 2. 2 മിനിറ്റ് റൂൾ. ഒരു ജോലി 2 മിനിറ്റിനുള്ളിൽ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ അത് മാറ്റിവെക്കരുത്, ഉടനെ ചെയ്യൂ. ഒരു മെസ്സേജിന് റിപ്ലൈ ചെയ്യുക, ഒരു പുസ്തകം തുറക്കുക, മുറി ഒന്ന് വൃത്തിയാക്കുക. ഇങ്ങനെ ചെറിയ ജോലികൾ ഉടനെ തീർക്കുന്ന ശീലം മാറ്റിവെക്കൽ കുറയ്ക്കും. 3. ഉറക്കത്തെ അവഗണിക്കരുത്. പലപ്പോഴും നമ്മൾ മടിയാണെന്ന് കരുതുന്നത് ക്ഷീണമായ ശരീരമാണ്. രാത്രിയിൽ ആവശ്യത്തിന് ഉറങ്ങാതെ രാവിലെ ഉത്സാഹത്തോടെ എഴുന്നേൽക്കാൻ കഴിയില്ല. നല്ല ഉറക്കം നല്ല ഊർജത്തിന്റെ തുടക്കമാണ്. 4. എക്സസൈസ്. ദിവസവും 15 മിനിറ്റ് നടന്നാലും മതി, അല്ലെങ്കിൽ കുറച്ച് വ്യായാമം ചെയ്താലും മതി. ശരീരം ചലിക്കുമ്പോൾ മനസ്സിനും ഉണർവ് ലഭിക്കും. ചിലപ്പോൾ മനസ്സിനെ മാറ്റാൻ ആദ്യം ശരീരത്തെ ചലിപ്പിക്കണം. 5. ടൈം ടേബിൾ. ഒരു ടൈം ടേബിൾ ഉണ്ടാക്കൂ. രാവിലെ എഴുന്നേറ്റിട്ട് ഇന്ന് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നതിന് പകരം തലേ ദിവസം തന്നെ എഴുതി വെക്കൂ. എഴുതിയ ലക്ഷ്യങ്ങൾ മനസ്സിലുള്ള ലക്ഷ്യങ്ങളെക്കാൾ കൂടുതൽ പൂർത്തിയാകാറുണ്ട്. കാറിന്റെ ഒരു വയർ ശരിയാക്കിയപ്പോൾ മുഴുവൻ കാറും വീണ്ടും ഓടാൻ തുടങ്ങി. അതുപോലെ എന്റെ ജീവിതത്തിലെ ആ ചെറിയ വയർ ഏതാണ്? എന്റെ ഉറക്കമോ, എന്റെ ഭയമോ, എന്റെ ശീലമോ, എന്റെ ആത്മവിശ്വാസക്കുറവോ? പ്രശ്നം മുഴുവൻ നിങ്ങളായിരിക്കണമെന്നില്ല. പരിഹരിക്കേണ്ടത് ഒരു ചെറിയ ഭാഗം മാത്രമായിരിക്കും. ആ ചെറിയ ഭാഗം ശരിയാക്കിയാൽ നിങ്ങളും വീണ്ടും മുന്നോട്ടു പോകും. ഒരു ദിവസം കൊണ്ട് ജീവിതം മുഴുവൻ മാറ്റേണ്ടതില്ല. ഇന്നൊരു ചെറിയ മാറ്റം മാത്രം വരുത്തൂ. കാരണം വലിയ വിജയങ്ങൾ എപ്പോഴും ചെറിയ ശീലങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.